الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يحسبن الذين يبخلون بما آتاهم الله من فضله هو خيرا لهم بل هو شر لهم سيطوقون ما بخلوا به يوم القيامة ولله ميراث السماوات والأرض والله بما تعملون خبير. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗം ലഭിക്കുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ആദ്യമായി നിങ്ങളെ ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സ്വർഗം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ധനം അഥവാ സമ്പത്ത് എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവുമാണ്. അതോടുകൂടി അതൊരു കടുത്ത പരീക്ഷണവും കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്തു അംഫാലിലെ 28-ാമത്തെ വചനത്തിൽ പറയുന്നത് വഅലമു അന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ ധനവും സമ്പത്തുക്കളും നിങ്ങൾക്കൊരു ഫിത്നയാണ്. ഇവിടെ പരീക്ഷണമാണ്. ചില നാശം എന്ന അർത്ഥവും ആ ഫിത്ന എന്ന പദത്തിനുണ്ട്. ഇപ്പം കടുത്ത ഒരു പരീക്ഷണമായിട്ടാണ് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തിരുവചനത്തിലൂടെ പറയുന്നത് ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന. എല്ലാ ജനവിഭാഗങ്ങൾക്കും പരീക്ഷണങ്ങളുണ്ട്. വ ഫിത്നത്തു ഉമ്മത്തി അൽ മാൽ. എൻ്റെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണം എന്നത് സാമ്പത്തിക രംഗമാണ്, അവരുടെ ധനവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്ന ലിൽ മാലി ലറാവത്തുൻ കലറാവത്തിൽ ഖംറി. ധനത്തിന് ഒരു ലഹരിയുടെ സ്വഭാവമുണ്ട്. ഏത് രൂപത്തിൽ? മദ്യം കഴിക്കുന്ന ആളുകൾക്ക് ആ മദ്യത്തിൽ ലഹരി അനുഭവപ്പെടുന്നത് പോലെ. മദ്യത്തിൽ ആണ്ട് കുളിച്ച ഒരു സമൂഹത്തിലേക്കാണ് ഖുർആൻ ഇറങ്ങിയത്. അതുകൊണ്ട് അവർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാകുവാൻ വേണ്ടി മദ്യപിച്ച ഒരാൾ എങ്ങനെ ലഹരിക്കടിമപ്പെടുന്നുവോ അതുപോലെ ഒരു മനുഷ്യൻ, സമ്പത്തുള്ള ധനമുള്ള ഒരു മനുഷ്യൻ ആ ലഹരിയിൽ ചിലപ്പോൾ ആണ്ടുപോകും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതുപോലെ തന്നെ അന്ത്യനാളിൽ കണിശമായി വിചാരണ ചെയ്യപ്പെടുന്ന
ഒരു ഭാഗവുമാണ് നമ്മുടെ ധനം, സമ്പത്ത് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ ഖംസിൻ. ചില ഹദീസുകളിൽ ഹത്താ യുസ്അല അൻ സബ്ഇൻ എന്നൊക്കെ കാണാം. 5 കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 7 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് വളരെ മുടിനാരഴ കീറി നിങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടല്ലാതെ നിങ്ങളുടെ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സാധിക്കുകയില്ല. അത് ഓരോന്നും വിശദീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രവാചകൻ പറയുന്നു, വഅൻ മാലിഹി, നിങ്ങളുടെ ധനത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഈ ധനത്തെക്കുറിച്ചുള്ള ചോദ്യം എന്ന് പറയുന്നത് 2 ചോദ്യമാണ്. മിൻ ഐന ഇക്തസബ വ ഇലാ ഐന അൻഫഖ, നീ എവിടെ നിന്നാണ് അത് സമ്പാദിച്ചത്, അഥവാ ഹലാലായ മാർഗത്തിലാണോ എന്നത് ഒന്നാമത്തെ ചോദ്യമാണ്. വ ഇലാ ഐന അൻഫഖ, ഏത് വിഷയത്തിലാണ് നീ അത് ചെലവഴിച്ചത്. ഈ 2 ചോദ്യത്തിനും വളരെ കൃത്യമായി അള്ളാഹുവിനോട് മറുപടി പറഞ്ഞാലല്ലാതെ ഒരു കാലടി മുന്നോട്ട് വെക്കാൻ പറയുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കോരോരുത്തർക്കും നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമാണ് ധനമെന്നത് എന്ന് മനസ്സിലാക്കി അതിനോടുള്ള ബാധ്യതയും കടമയും എത്രമാത്രമുണ്ടോ അതെല്ലാം തന്നെ വളരെ കൃത്യമായി നമ്മൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ധനമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മനസ്സിലാക്കുന്ന എൻ്റെ അധ്വാനത്തിലൂടെ എൻ്റേത് എന്നാണ്. എൻ്റെ ധനം, എൻ്റെ സമ്പത്ത്, എൻ്റെ കാശ്, എൻ്റെ ജോലി, എൻ്റെ മുതൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെറ്റാണ്, പൂർണ്ണമായും തെറ്റാണ്. നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നമ്മുടെ സമ്പത്ത്. നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല നമ്മുടെ സമ്പത്ത്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് മാത്രമല്ല നമ്മുടെ സമ്പത്ത്. അതിൽ സക്കാത്തുണ്ട്, നമ്മുടെ സമ്പത്തിൽ സക്കാത്തുണ്ട്. അതുപോലെ സ്വതക്കയുണ്ട്. അതുപോലെ ഔന്, മറ്റുള്ളവരെ സഹായിക്കുക എന്ന വിഷയം വരുന്നുണ്ട്. അതുപോലെ ഖർള്, മറ്റുള്ളവർക്ക് കടം കൊടുക്കുക എന്ന വിഷയം വരുന്നുണ്ട്. വസിയ്യത്ത്, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നാം ജാരിയായ സ്വതക്ക എന്ന രൂപത്തിൽ ചെയ്യുന്ന വസിയ്യത്തുകളുണ്ട്. അതുപോലെ വിറാസത്ത്, നാം മരണപ്പെട്ടതിന് ശേഷം ലഭിക്കുന്ന അനന്തരാവകാശമുണ്ട്. ഇതൊക്കെ നമ്മുടെ ധനവുമായി ബന്ധപ്പെട്ട മേഖലയാണ്. ആ കാര്യങ്ങളൊക്കെ അതുമായി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൽ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം സൂറത്ത് അദ്ദാരിയാത്തിലെ 19-ാമത്തെ ആയത്തിൽ വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം, സമ്പത്ത് കെട്ടിപ്പൂട്ടി ഞാൻ വലിയ മുതലാളിയാണ്, പണക്കാരനാണ്, സമ്പത്തുള്ളവനാണ് എന്ന് വിചാരിച്ചാൽ പോലെ വഫി അംവാലിഹിം ഹഖ്ഖുൻ, നിങ്ങളുടെ സമ്പത്തിൽ അവകാശികളാണ്. ഹഖ്, അവർ അവകാശികളാണ്. ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്ന ആളുകൾ, ആവശ്യക്കാരായ ആളുകൾ, അതുപോലെ തന്നെ തടയപ്പെട്ടവരായ ആളുകൾ എന്ന് പറഞ്ഞാൽ പല ആവശ്യങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഒരു വീട് നിർമ്മിക്കുന്നുണ്ട്, അത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ മറ്റു ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് അത് മുഴുമിപ്പിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ആളുകളും നിങ്ങളുടെ സ്വത്തുക്കളിൽ അവകാശികളാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ കയ്യിലുള്ളത് നമ്മളത് തന്നെയാണോ? അല്ല, അതിലുള്ള അവകാശം അത് പൂർണ്ണമായും നമ്മൾ നൽകേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇസ്ലാം എന്ന് പറയുന്നത് അത് കേവലം ഒരു വാക്കിലൂടെയോ ഏതാനും ചില കർമ്മങ്ങളിലൂടെയോ പൂർത്തിയാകുന്ന ഒരു കാര്യമല്ല. ഒരു ഷഹാദത്ത് ഉച്ചരിച്ചു എന്നതുകൊണ്ടോ നമസ്കാരം, നോമ്പ് എന്ന കാര്യങ്ങൾ നിർവഹിച്ചത് കൊണ്ടോ ഒരു പൂർത്തിയാവുന്ന ഒരു കാര്യമല്ല ഇസ്ലാം എന്നത്. മറിച്ച് 5 കർമ്മകാര്യങ്ങളും 6 വിശ്വാസ കാര്യങ്ങളും വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഉൾക്കൊണ്ട് അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരാൾ വിശ്വാസിയാകുന്നത്. ഇപ്പം നമ്മൾ പലരെക്കുറിച്ചും അഭിപ്രായം പറയാറുണ്ട്. ഒരു വിവാഹാന്വേഷണവുമായി ഒരാളെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ അടുക്കൽ വന്നാൽ നമ്മൾ പെട്ടെന്ന് പറയും, എന്താ അവൻ്റെ സ്വഭാവം എങ്ങനെയാണ്, രീതി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയാറുള്ളത്, നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ട്, നല്ല ആളാണ് എന്നാണ്. നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ട്. ഈ നിസ്കാരവും നോമ്പും എന്നതിന് ഇടയ്ക്കൊന്നുണ്ട്, അത് നമ്മൾ പറയാറില്ല. ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് ഇസ്ലാം പഠിപ്പിച്ചത് സക്കാത്താണ്. നിസ്കാരവും നോമ്പും ഒക്കെ ഉള്ളത് എന്നതിന് മുമ്പ് പറയേണ്ടത് നിസ്കാരവും സക്കാത്തും ഒക്കെ ഉള്ള ആളാണ് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. പക്ഷേ നമ്മളൊക്കെ പറയാറുള്ള അഭിപ്രായങ്ങളിൽ പലതും നിസ്കാരവും നോമ്പും ഒക്കെ ഉള്ള ആളാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ സമ്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സക്കാത്ത് എന്ന് പറയുന്നത്.
അത് ഈമാനിൻ്റെ അടയാളമാണ്. ഞാൻ മുസ്ലിമാണോ, നമ്മൾ ഓരോരുത്തരും മുസ്ലിമാണോ, ഓരോ സഹോദരനും സഹോദരിയും മുസ്ലിമാണോ എന്നതിൻ്റെ അടയാളമാണ് സക്കാത്ത് നൽകുക എന്നുള്ളത്. ഖുർആൻ പറഞ്ഞത് സൂറത്തു അൽ മുഅ്മിനൂനിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളായ ആളുകൾ വിജയിച്ചിരിക്കുന്നു. അവരുടെ ഒരുപാട് സ്വഭാവങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ കൃത്യമായും സക്കാത്ത് വിഷയം പ്രാവർത്തികമാക്കുന്നവരാണ്. അപ്പോ ഈമാനിന്റെ അടയാളമാണ് സക്കാത്ത് കൊടുക്കുക എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ ധനം ശുദ്ധീകരിക്കപ്പെടുകയാണ്. നമ്മുടെ ധനം സക്കാത്ത് നൽകുന്നതിലൂടെ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അതുവരെ അതിൻ്റെ ശുദ്ധീകരണം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അവകാശികൾക്കുള്ളതൊന്നും കൊടുത്തിട്ടില്ല. ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം എന്ന് പറഞ്ഞത്, അതുപോലെ സക്കാത്ത്, സദഖ, ഔന്, ഇങ്ങനെ പല വിധത്തിലുള്ളത്, ഇതൊന്നും നൽകാതിരിക്കുമ്പോൾ അത് മാലിന്യം കലർന്ന സമ്പത്താണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സക്കാത്ത് നൽകുന്ന സമയത്ത് ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുഹും വതുസക്കീഹിം എന്ന് സൂറത്തു തൗബ 9-ാം അധ്യായം 103-ാമത്തെ വചനത്തിൽ പറയാം. അള്ളാഹു പഠിപ്പിക്കുകയാണ്, നിങ്ങൾ അവരിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കേണ്ടതുണ്ട്, അവരെ പരിശുദ്ധരാക്കുവാനും അവരെ സംസ്കരിക്കുവാനും വേണ്ടിയാണ് എന്നാണ് പഠിപ്പിക്കുക. അഥവാ നമ്മെ ശുദ്ധീകരിക്കാൻ. സക്കാത്ത് കൊടുക്കുന്നത് നമ്മളെ സമ്പത്ത് നിന്നാണ്. അതുവഴി ശുദ്ധീകരിക്കപ്പെടുന്നത് ആ സമ്പത്തുക്കളും നമ്മളുമാണ്, നമ്മുടെ ഈമാനുമാണ് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്നത്. അതുപോലെ സക്കാത്ത് എന്ന് പറയുന്നത് അത് കൊടുത്താൽ കഴിഞ്ഞു പോവുകയല്ല, നശിച്ചു പോവുകയല്ല, തീർന്നു പോവുകയല്ല, വളർന്നു വരികയാണ്. ഒരു വിശ്വാസിയുടെ വിശ്വാസം അതാണ്, അത് വളരുകയാണ്. ഖുർആൻ പറയുന്നത് വമാ ആതാഹും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുളഇഫൂൻ. സൂറത്തു അൽ അൻകബൂത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്. ഇത് പള്ളി കമ്മിറ്റിയിൽ സക്കാത്ത് കമ്മിറ്റി ഉണ്ട്, അതിലൊക്കെ കുറച്ച് എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ ആൾക്കാർ പറയും, ചോദിക്കും, ഓ കമ്മിറ്റി അങ്ങല്ലേ എന്നിട്ടും എന്ത് കൊടുക്കാത്തതെന്താ എന്നൊക്കെ പലരും ആക്ഷേപിക്കും. അല്ലെങ്കിൽ പല ആളുകൾക്കും ചോദിക്കുമ്പോൾ കൊടുക്കാതിരുന്നാൽ ആളുകൾ പറയും എന്ന വിശ്വാസമല്ല. അതിനപ്പുറം പടച്ചവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ഈ സക്കാത്ത് മേഖല പൂർത്തീകരിച്ചാൽ ഫൗലൈക ഹുമുൽ മുളഇഫൂൻ, അവരാകുന്നു ഇരട്ടി സമ്പാദിക്കുന്ന ആളുകൾ. ഇരട്ടി സമ്പാദിക്കുന്ന ആളുകൾ ദുനിയാവിൽ വെച്ചു തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഇരട്ടി നമുക്ക് നൽകും എന്നാണ്. അതുപോലെ പ്രവാചകൻ പഠിപ്പിച്ചു, ലാ യൻഖുസു മാലും മിൻ സ്വദഖത്തിൻ ഫതസദ്ദഖൂ, ദാനം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു മനുഷ്യന്റെയും സമ്പാദ്യം കുറഞ്ഞു പോവുകയില്ല. മുത്തുനബി പറഞ്ഞതാ, അത് വാക്കാണ്, അത് അള്ളാഹ് പഠിപ്പിച്ച വാക്കാണ്, വഹിയിലൂടെ പറയുന്ന വാക്കാണ്. സ്വദഖ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരാളും ദാരിദ്ര്യത്തിലേക്ക് എത്തുകയില്ല. അതുകൊണ്ട് ഫതസദ്ദഖൂ, നിങ്ങൾ സക്കാത്ത് അടക്കമുള്ള, ഖുർആനിൽ പല ഭാഗത്തും സക്കാത്ത് എന്നതിന് സ്വദഖ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. സക്കാത്ത് അടക്കമുള്ള സ്വദഖകൾ നിങ്ങൾ നിർവഹിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു വരികയാണ്. അതുപോലെ സൂറത്തു സബ 39-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ, നിങ്ങൾ വല്ലതും ചെലവഴിക്കുന്നുണ്ടോ എങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലതും നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടോ എങ്കിൽ ഫഹുവ യുഖ്ലിഫുഹു, അള്ളാഹു അവന് പകരം നൽകും. ആര് പറഞ്ഞ വാക്ക? അള്ളാഹ് തന്നെ പറഞ്ഞ വാക്ക. അതുകൊണ്ട് നമുക്ക് വിശ്വാസമുണ്ടോ, അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ, അവൻ സക്കാത്ത് കൊടുക്കും. ആ സക്കാത്ത് അവൻ കൊടുത്തിരിക്കും. കാരണം ഞാൻ കൊടുത്താൽ നശിക്കൂല, പടച്ചോൻ വേറൊരു വഴിയിലൂടെ അത് പൂർത്തീകരിച്ചു തരും, എനിക്ക് പകരമായി നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുവാനുള്ള കാരണമായി അല്ലാഹ് പഠിപ്പിക്കുന്നത് ഖുർആൻ 7-ാം അധ്യായം സൂറത്ത് അഅറാഫിലെ 156-ാമത്തെ ആയത്തിൽ പറയുന്നത് വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളിലും വ്യാപകമാണ്. എല്ലാ ജീവജാലങ്ങളിലും വസ്തുക്കളിലും ഈ പ്രപഞ്ചത്തിലും എല്ലാം എൻ്റെ കാരുണ്യം വ്യാപകമാണ്. എന്നാൽ എന്നാൽ ആ കാരുണ്യത്തെ ഞാൻ പ്രത്യേകമാക്കി വെച്ചിരിക്കുന്നു, പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്ക്? യത്തഖൂന വയുഅ്തൂന സക്കാത്ത,
ഭക്തി കാണിക്കുന്ന ആളുകൾക്കും സക്കാത്ത് നൽകുന്നവർക്കും ഞാൻ ഈ കാരുണ്യം പ്രത്യേകമായി രേഖപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാവരിലും എപ്പോഴും ഉണ്ടെങ്കിലും സക്കാത്ത് നൽകുന്നവരിൽ പ്രത്യേകം കാരുണ്യം അള്ളാഹു രേഖപ്പെടുത്തുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒരു ഹദീസിൽ ഇമാം അൽബാനി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഖുറാ ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, പ്രവാചകരെ, യാ റസൂലല്ലാഹ്, ഇൻ ഷഹിദ്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും താങ്കൾ അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ വിശ്വസിക്കുകയും 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുകയും റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കുകയും അതുപോലെ വഖുംതു റമളാന, റമളാനിൽ ഞാൻ നമസ്കാരം നിർവഹിക്കുകയും വആതൈതു സകാത്ത, സകാത്ത് നൽകുകയും ചെയ്താൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും അള്ളാൻ്റെ അടുക്കൽ? ഞാൻ ഷഹാദത്ത് ഉച്ചരിച്ചിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, സക്കാത്ത് നൽകിയിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, അതുപോലെ ഖിയാം റമളാൻ നമസ്കരിച്ചിട്ടുണ്ട്, അതുപോലെ സക്കാത്തും നൽകിയിട്ടുണ്ട്. എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മൻ മാത അലാ ഹാദാ കാന മിനസ് സുദ്ദീഖീന വശുഹദാ. ഈ അഭിപ്രായം പ്രകടിപ്പിച്ചവരെ പോലെ ഓരോരുത്തരും ജീവിക്കുകയാണെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ ശുഹദാക്കളുടെയും സുദ്ദീഖുകളുടെയും കൂടെ സ്വർഗത്തിലാണ്. കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്താ? സക്കാത്ത് നൽകുക എന്നതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായി നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന നോമ്പാണ് വരുന്നത്. നോമ്പൊരു സക്കാത്തിൻ്റെ മാസമല്ല. അതുകൊണ്ടാണ് ഞാൻ നോമ്പിൻ്റെ മുമ്പേ ഈ വിഷയമെന്ന് പറഞ്ഞത്. എപ്പോഴാണോ നമ്മൾ കച്ചവടം തുടങ്ങുന്നത് നോമ്പിനല്ല, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സമ്പത്ത് വാങ്ങുന്നത് നോമ്പിനല്ല, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നോമ്പിനായിക്കൊള്ളണമെന്നില്ല. നോമ്പിനുമാകാം, പല സമയത്തുമാകാം. അപ്പോൾ സക്കാത്തിൻ്റെ സമയം പലതാകാം. റമളാൻ എന്ന് പറയുന്നത് ഒരു സക്കാത്തിൻ്റെ മാസമല്ല. അങ്ങനെ സക്കാത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. 365 ദിവസവും പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് ഒരു മഹല്ലിൽ സക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്നത്. അത് റമളാനിൽ മാത്രം പ്രവർത്തിക്കേണ്ട ഒരു കാര്യമല്ല. റമളാനിലേക്ക് ആളുകൾ മാറ്റുന്നതും നീക്കി വെക്കുന്നതും അത് തെറ്റാണ് എന്നല്ല പറയുന്നത്. മറിച്ച് എല്ലാ സമയത്തും പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു മേഖലയാണ് ഓരോ മഹല്ലിലും സക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് കൃത്യമായി കണക്ക് വെച്ച് കൃത്യമായി നൽകേണ്ടതാണ്. നൽകാതിരുന്നാലോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞത് നാം ഒക്കെ കേട്ടതാണ്. നിങ്ങൾ ആരെങ്കിലും ലൗ മനഊനി ഇനാകൻ കാനൂ യുഅദ്ദൂനഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ കാലത്ത് നിങ്ങൾ സക്കാത്തിന്റെ ഇനത്തിൽ നൽകിയിരുന്ന ഒരു ഒട്ടകക്കുട്ടി, ചില മേഖലയിൽ അതുപോലെയുള്ള വിശദീകരണം വന്നിട്ടുണ്ട്, അതിനെ നിങ്ങൾ തടഞ്ഞു വെക്കുകയാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ലഖാതൽതുഹും അലാ മൻഇഹാ, അത് തടഞ്ഞതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് സമരം പ്രഖ്യാപിക്കും, യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്തിട്ട് വാങ്ങും സക്കാത്ത്. അപ്പൊ എത്രമാത്രം ഗൗരവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ചില ആളുകൾ ഞങ്ങളിനി സക്കാത്തൊന്നും നൽകൂല എന്ന് പറഞ്ഞ ആളുകളോട് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ട അഭിപ്രായമാണിത്. ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്ത്, ശാന്ത സ്വഭാവക്കാരനാണ് അബൂ സിദ്ദീഖ്, നമുക്കറിയാം. എല്ലാവരോടും വളരെ മയത്തിൽ സംസാരിക്കുന്ന ആളാണ്. എന്നാൽ ഇസ്ലാമിൻ്റെ ഒരു വിഷയത്തിൽ ആളുകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ടോ എന്നൊരു സംശയം വന്നപ്പോൾ കർക്കശമായ നിലപാട് ഒന്നാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ 90% സ്ഥലങ്ങളിലും നമസ്കാരത്തെക്കുറിച്ച് പറയുന്ന 90% സ്ഥലങ്ങളിലും ഏകദേശം 82ഓളം സ്ഥലങ്ങളിൽ നമസ്കാരത്തോടൊപ്പം സക്കാത്ത് കൂട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ വഅഖാമുസ്സലാത്ത വആത്തുസ് സക്കാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുകയും ചെയ്യുക. വഅഖീമുസ്സലാത്ത വആത്തുസ് സക്കാത്ത വർക്കഉ മഅർ റാക്കിഈൻ, നമസ്കാരം നിലനിർത്തുക, സക്കാത്ത് നൽകുക എന്ന ആ രൂപത്തിൽ പറയുന്നു. ഇഖാമിസ്സലാത്തി വഈതാഇസ് സക്കാത്തി, വിശ്വാസികൾ നമസ്കാരം നിലനിർത്തുന്നവരാണ്, തൊട്ടുടനെ സക്കാത്ത് നൽകുന്നവരാണ്. വഖാല അല്ലാഹു ഇന്നി മഅക്കും ലഇൻ അഖംതുമുസ്സലാത്ത വആതൈതുമുസ് സക്കാത്ത്, അല്ലാഹ് പറയുന്നു, വിശ്വാസികളെ ഞാൻ നിങ്ങളോടൊപ്പമാണ്, ഏതുവരെ നിങ്ങൾ നമസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയുമാണ് എങ്കിൽ. ഇങ്ങനെ 90% സ്ഥലങ്ങളിലും ഒന്നാമത്തത് വിശ്വാസ പ്രഖ്യാപനമാണ്, പിന്നീട് മുസ്ലിമാണ് എന്നതിൻ്റെ അടയാളം അവിടെ നമസ്കരിക്കുക എന്നതാണ്.
തൊട്ടടുത്തത് സക്കാത്ത് നൽകുക എന്നതാണ്. നോമ്പ് നോൽക്കുക, ഉംറ ചെയ്യുക, ഹജ്ജ് ചെയ്യുക എന്നതൊന്നുമല്ല. അതിനുശേഷം രണ്ടാമത്തെ, അതിൻ്റെ മൂന്നാമത്തെ അടയാളമായി നമ്മളിൽ ഓരോരുത്തരിലും കടന്നു വരേണ്ടത് സക്കാത്ത് എന്നതിൻ്റെ പ്രായോഗിക രൂപമാണ്. അതുകൊണ്ട് ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. നൽകാത്ത ആളുകൾ, സക്കാത്ത് കണക്ക് വെച്ച് കൃത്യമായി നൽകാത്ത ആളുകൾ ഇസ്ലാമിൻ്റെ ഭൂമികയിൽ നിന്ന് പുറത്താണ്. ഇസ്ലാമിൻ്റെ ഭൂമികയിൽ നിന്ന് അവർ പുറത്താണ് എന്ന് വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ചര്യയും പഠിപ്പിക്കുന്നു. പള്ളി പരിപാലിക്കേണ്ട ആളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹ് എന്താ പറഞ്ഞത്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ, അതുപോലെ തന്നെ ആഖിറത്തിൽ വിശ്വാസമുള്ള ആളുകൾ, അവരാണ് പള്ളി പരിക്കേണ്ടത്. കൂട്ടത്തിൽ പറഞ്ഞു വഖാമസ്സലാത്ത വആത്തുസ് സകാത്ത, നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്യണോലെ പള്ളി കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? സക്കാത്ത് കൊടുക്കാത്ത ആളുകളെ പള്ളി ഭരണം ഏൽപ്പിക്കാൻ പാടില്ല. ആ പള്ളി കമ്മിറ്റിയിൽ അവർ അംഗമാകാൻ പാടില്ല. ആരാ പറഞ്ഞത്? ലോക സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 18-ാമത്തെ ആയത്തിലാ പറയുന്നത്. പള്ളി ഭരിക്കണമെങ്കിലും സക്കാത്ത് നൽകണമെന്ന്. അതുപോലെ ആത്മമിത്രങ്ങളായി നാം ഒരാളെ സ്വീകരിക്കണമെങ്കിൽ സുഹൃത്തുക്കൾ ഉണ്ടാകും, മിത്രങ്ങൾ ഉണ്ടാകും, ആത്മമിത്രങ്ങൾ ഉണ്ടാകും. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ പങ്കുവെക്കുന്ന ആളുകൾ. അവിടെയും ഖുർആൻ പറയുന്നു, അവർ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ പുതുതായി വിശ്വാസം സ്വീകരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് വഇൻ താബൂ വഅഖാമുസ്സലാത്ത വആത്തുസ്സകാത്ത, ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് തൗബ ചെയ്യുകയും വിശ്വാസത്തിലേക്ക് കടന്നു വരികയും എന്നിട്ട് നമസ്കരിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്താൽ ഫഇഖ്വാനുക്കും ഫിദ്ദീൻ, അവർ നിങ്ങളുടെ ആത്മമിത്രങ്ങളാണ്. അപ്പോൾ ഇസ്ലാമിൽ സൗഹൃദ ബന്ധം സ്ഥാപിക്കണമെങ്കിൽ പോലും അവിടെ സക്കാത്ത് കൊടുക്കുന്നവനുമായിട്ട് സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ പാടുള്ളൂ എന്ന് ഖുർആനാണ് പറയുന്നത്, വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അപ്പൊ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. ഉമിർനാ ബി ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാത്ത്, നമസ്കരിക്കാനും സക്കാത്ത് നൽകാനും ഞങ്ങളോട് കൽപ്പിച്ചു. വമൻ ലം യുസക്കി ഫലാ സലാത്ത ലഹു, ഒരാൾ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഒന്ന് നിസ്കരിച്ചോളണമെന്നില്ല, അതിന്റെ പ്രതിഫലവും അവന് ലഭിച്ചു കൊള്ളണമെന്നില്ല എന്ന് ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഒരു ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ അള്ളാഹു ആയത്തിൽ 2 പ്രാവശ്യം കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ കാണാവുന്നതാണ്. അത് 2-ൽ 1 ഒഴിവാക്കിയാലോ വിശ്വാസിയല്ല. ആ 2-ൽ 1 ഒഴിവാക്കിയ, ഒന്ന് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹിനെ അനുസരിക്കണം, പ്രവാചകൻ അനുസരിക്കണം. ഒരാൾ പറയാണ് ഞാൻ അള്ളാഹിനൊക്കെ അനുസരിച്ചോളാം, റസൂലിനെ അനുസരിക്കാൻ ഞാൻ തയ്യാറല്ല എന്നൊരാൾ പറഞ്ഞാൽ ഒന്നിനെ മാറ്റിവെച്ചാൽ അയാൾ മുസ്ലിം അല്ല. ആ രൂപത്തിൽ. അതുപോലെ അനിസ്കുർലീ വലി വാലിദൈക, മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞടുത്ത് നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കളോടും നന്ദി കാണിക്കണം. ഒരാളുടെ ശൈലി എന്ന് പറഞ്ഞത് അള്ളാഹിനോടൊക്കെ ഭയങ്കര ഭക്തിയാണ്, 5 നേരവും ജമാഅത്തിന് മുമ്പിലത്തെ സഫ് തന്നെ ഉണ്ടാവും, പക്ഷെ മാതാപിതാക്കളോട് നന്ദിയില്ല, അവരെ നോക്കൂല. എങ്കിലോ ഓൻ്റെ ഇസ്ലാമിയത്തോണ്ട് ഒരു കാര്യവുമില്ല, അവൻ്റെ ഇസ്ലാം പൂർണ്ണമല്ല. മൂന്നാമത്തത് അഖാമുസ്സലാത്ത വ ആത്തുസ് സക്കാത്ത, നിസ്കരിക്കണം, അതുപോലെ സക്കാത്ത് നൽകുകയും വേണം. ഇത് 2-ൽ 1 ഒഴിവാക്കിയാൽ അവൻ ഇസ്ലാമിയത്തിൽ നിന്ന് പുറത്തു പോകും, ആ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകും. അപ്പൊ നമ്മൾ അകത്തോ പുറത്തോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഞാൻ ഇസ്ലാമിന്റെ അകത്തോ പുറത്തോ എന്ന് പരിശോധിക്കേണ്ടത് നോമ്പ് വെൽക്കണോ നോക്കിയിട്ടല്ല, സക്കാത്ത് നമസ്കരിക്കുന്നോ നോക്കിയിട്ടല്ല, ഷഹാദത്ത് എഴുതിയിട്ടുണ്ടോ നോക്കിയിട്ടല്ല. അവന്റെ അടിസ്ഥാന കാരണങ്ങൾ ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് വളരെ കാര്യമായും നാം ആലോചിക്കേണ്ട മേഖലയാണത്. അതുപോലെ മുശ്രിക്കുകളെ ശപിക്കുവാനുള്ള ഒരു കാരണമായി പറഞ്ഞത് വൈലുൻ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സകാത്ത വഹും ബിൽ ആഖിറതി കാഫിരീൻ. പല കാരണങ്ങളുണ്ട് മുശ്രിക്കുകളെ ശപിക്കാൻ. അള്ളാഹുവിന് പുറമെ മറ്റാരാധ്യന്മാരെ സ്വീകരിച്ചു, അത് പ്രധാന കാരണമാണ്. മറ്റൊരു കാരണം ഖുർആൻ എടുത്തു പറയുന്നത് വവൈലുൽ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സകാത്ത, അവർ സക്കാത്ത് കൊടുക്കൂലായിരുന്നു. മുശ്രിക്കുകളെ ശപിക്കുവാനുള്ള കാരണമായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് വലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹ് മിൻ ഫദ്ലി, അള്ളാഹിന്റെ അനുഗ്രഹം സാമ്പത്തികമായ മേഖലയിൽ ലഭിച്ചിട്ട് അത്
പിശുക്ക് കാണിച്ച് അത് നൽകാതെ സകാത്തും സദഖയും ഒന്നും നൽകാതെ പിശുക്ക് കാണിക്കുന്ന ആളുകൾ അവർ വിചാരിക്കേണ്ടതില്ല ഖൈറൻ ലഹും ബൽ ഹുവ ശർറുൻ ലഹും. ഇതൊക്കെ എൻ്റെ അടുത്ത് എൻ്റെ ബാക്കി ഉണ്ടാവട്ടോ, ഇതൊക്കെ എനിക്ക് ഉപയോഗിക്കാം, ഇതെല്ലാം എനിക്ക് നന്മയാണ് എന്ന് വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൻ ലഹും, അതവർക്ക് തിന്മ തന്നെയാണ്. എങ്ങനെയാണ് തിന്മയാകുന്നത്? സയുതവ്വഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ, അള്ളാഹുവിന്റെ അടുക്കൽ അവരുടെ ആ സമ്പാദ്യങ്ങൾ മുഴുവനും ഖണ്ഡാഭരണമായി കൊണ്ട് അള്ളാഹു അവനെ അണിയിക്കുന്നതാണ്. ഉണ്ടാക്കിയത് നമ്മൾ, വേർപ്പൊഴുക്കിയ നമ്മൾ. എൻ്റെ ശേഷം ആളുകൾ ഒരു വിധത്തിലും അവർ പരാജിതരാകരുത്, ദാരിദ്ര്യം അനുഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് കെട്ടിപ്പൂട്ടി വെച്ച് നാം ബാക്കി വെച്ച് അവർ ഓഹരി വെച്ചെടുത്തു. അനുഭവിക്കുന്നത് അവർ, ഉത്തരം പറയേണ്ടത് നമ്മൾ. നോക്കൂ എന്തൊരു ശോചനീയാവസ്ഥയാണ്. ഉത്തരം പറയേണ്ടത് നമ്മൾ. ഭൂമിയിൽ ഒരുപാട് ബാക്കി വെച്ച് പോയിട്ടുണ്ട്, അനന്തരാവകാശികൾക്ക് ഒരുപാടുണ്ട്. പക്ഷേ അവരാരും അതിനുത്തരം പറയണ്ട. അവരുടെ കൈകളിലെത്തിയതിന് ശേഷമുള്ളതിന് ഉത്തരം പറഞ്ഞാൽ മതി. ഇവിടെ ബാക്കി വെച്ച് പോയ സമ്പത്തിന് ഉത്തരം പറയേണ്ടത് ആരാ? ഖബറിലും അള്ളാഹുവിന്റെ വിചാരണയിലും നമ്മൾ ഓരോരുത്തരുമാണ് അതിനുത്തരം പറയേണ്ടത്. അവിടെ വെച്ചുകൊണ്ട് അവനെ ഖണ്ഡാഭരണം അണിയിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് സൂറത്തു ആലി ഇംറാനിലെ 189 ആയത്തിൽ. അതുപോലെ തന്നെ മന്നാത്താഹുല്ലാഹു മാലൻ ഫലം യുഅദ്ദി സകാതഹു മുസ്തില ലഹു യൗമൽ ഖിയാമ ശജാഅൻ നഖറഅ ലഹു സബീബത്താൻ. സമ്പത്ത് സകാത്ത് നൽകാതെ, സദക്ക നൽകാതെ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ട് എങ്കിൽ ആ സമ്പത്ത് മുഴുവനും അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സർപ്പമായി രൂപാന്തരം പ്രാപിക്കുകയും എന്നിട്ട് അവന്റെ ഇരു പാർശ്വങ്ങളിലൂടെയും കയറി വന്നുകൊണ്ട് അവന്റെ കവിളിൽ ആഞ്ഞു കൊത്തിക്കൊണ്ട് പറയുകയും ചെയ്യും, അന മാലുക അന കൻസുക, നിന്റെ സമ്പത്താണ്, ധനമാണ് ഞാൻ, നിന്റെ സമ്പാദ്യമാണ് ഞാൻ, നിധി പോലെ നീ സൂക്ഷിച്ചിട്ടുള്ള സമ്പാദ്യമാണ് നീ. അതുകൊണ്ട് ആഞ്ഞു കൊത്തുന്ന ആ സർപ്പത്തിന്റെ വിഷത്തിൽ നിന്ന്, അതിന്റെ കൊത്തിൽ നിന്ന്, മാരകമായ അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ നാം തീർച്ചയായും ഇത് പ്രാവർത്തികമാക്കിയേ പറ്റൂ. അതുപോലെ ഖുർആൻ പറയുന്നത് സൂറത്തു തൗബയിലെ 35 ആയത്തിൽ യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം എന്ന് പറഞ്ഞുകൊണ്ട് ആ നരകത്തിലിട്ടുകൊണ്ട്, നമ്മൾ സാധാരണ കേൾക്കുന്ന ആയത്തുകളാണിത്, നരകത്തിലിട്ടുകൊണ്ട് ആ സമ്പത്തുക്കൾ മുഴുവനും പഴുപ്പിച്ചെടുക്കുകയും എന്നിട്ട് അവന്റെ പാർശ്വഭാഗങ്ങളിലും അവന്റെ മുതുകുകളിലും എല്ലാം ചൂടുവെക്കുകയും ചെയ്തുകൊണ്ട് പറയും, ഹാദാമാ കനസ്തും ലി അൻഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ സമ്പാദിച്ചതാണത്, ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ സമ്പാദിച്ചത് നിമിത്തമുള്ള ഈ ദുരനുഭവം നിങ്ങൾ കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ ആളുകളോട് പറയുകയും ചെയ്യുമെന്ന. ഇതൊക്കെ കേൾക്കുന്ന ആർക്കാണ് സക്കാത്ത് കൊടുക്കാതിരിക്കാൻ കഴിയുക? എൻ്റെ സമ്പാദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാതിരിക്കാൻ കഴിയുക? ആർക്കാണ് ഇതിൽ നിന്ന് വൈമനസ്യത്തോടു കൂടി പിന്തിരിഞ്ഞു പോകാൻ കഴിയുക? ഷഹാദത്തിന്റെ കണിക, ഈമാനിന്റെ കണിക മനസ്സിൽ അവശേഷിക്കുന്ന ഏതൊരു സഹോദരനാണ്, സഹോദരിക്കാണ് ഇത് അന്വേഷിക്കാതിരിക്കാൻ കഴിയുക? അപ്പോൾ അതിൻ്റെ ഇനങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നാണയമാണ്, കാലികളാണ്, കൃഷിയാണ്, സമ്പത്താണ്, സ്വർണമാണ്, വെള്ളിയാട്ടൊന്നും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഉള്ള ആളുകൾ, അറിയുന്ന ആളുകൾ, അറിയില്ലെങ്കിൽ ഉള്ളയിടത്തോളം അന്വേഷിച്ച് ചെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് 1.5 പവന്റെ മുകളിലോട്ടുള്ളത് സക്കാത്തിന് ബാധകമാണ് എന്നാണല്ലോ. അതിന്റെ താഴോട്ടും പറയുന്നുണ്ട്. എങ്കിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു കണക്ക് എന്ന നിലക്ക് 1.5 പവനിൽ മുകളിലോട്ട് 11 പവൻ ഒരാളുടെ, ഒരു സ്ത്രീയുടെ, നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ സഹോദരിയുടെ, നമ്മുടെ വീട്ടിലുള്ള ഒരു സ്ത്രീയുടെ അടുക്കലുണ്ട് എങ്കിൽ ചുരുങ്ങിയത് ഇന്ന് 35 ലക്ഷം രൂപയുടെ സ്വർണമാണത്. 35 ലക്ഷം രൂപയുടെ സ്വർണമാണ്. 1,30,30,000-ലധികമാണ് ഇന്ന് ഒരു പവന്റെ വില. അപ്പോ ഈ 35 ലക്ഷത്തിന് സക്കാത്ത് കണക്കാക്കുകയാണ് എങ്കിൽ ഏകദേശം 11 പവൻ അണിയുന്ന ഒരു സഹോദരി, ആ സഹോദരിയുടെ ഉത്തരവാദപ്പെട്ട ഭർത്താവ്, പിതാവ് ആരായിരുന്നാലും 80,000 രൂപയിലധികം സക്കാത്ത് നൽകേണ്ടി വരും. 11 പവനുള്ള ഒരാള് 80,000 രൂപയിൽ അധികം സക്കാത്ത് നൽകേണ്ടി വരും. ഒരു മഹല്ലിലുള്ള ആളുകൾ, അവർക്ക് പൊതുവെ അംഗീകരിക്കപ്പെട്ട, ഇതിന്റെ താഴോട്ട് ഞാൻ പറഞ്ഞു, അത് അങ്ങനെ അഭിപ്രായമുണ്ട്, ആ സക്കാത്തിന്റെ മുതലുകൾ, ആ സമ്പത്ത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ
ഒരു പക്ഷേ ഈ പള്ളിയുടെ ഹാള് മതിയാവൂല അത് കൂട്ടിയേക്കാൻ. നമ്മുടെ വീടുകളിലുള്ള സക്കാത്തിന്റെ മുതലുകൾ കൊണ്ടുവന്നാൽ ആ കറൻസികൾ കൂട്ടിവെക്കാൻ ഈ സ്ഥലം മതിയാവില്ല. അത്രമാത്രം ഒരുപക്ഷെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കുക, എൻ്റെ മകളുടെ ശരീരത്തിലുള്ളത്, എൻ്റെ ഭാര്യയുടെ ശരീരത്തിലുള്ളത്, എൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ശരീരത്തിലുള്ളത് നരകത്തിലെ തീക്കട്ടയാണ്. നരകത്തിലെ തീക്കട്ടകളാണത്. അവിടെ കഴുത്തിൽ അണിയിക്കപ്പെടേണ്ടുന്ന ഖണ്ഡാഭരണങ്ങളാണത്. അവിടെ ശരീരത്തിൽ ചൂടുവെക്കപ്പെടുന്ന കാര്യങ്ങളാണത് എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, സഹോദരിമാരും ആലോചിക്കുക. ഈ ഗൗരവം ആലോചിച്ചുകൊണ്ട് ഒരുപക്ഷെ ഗൾഫിലായിരിക്കും ഭർത്താവ്, ഇവിടുന്ന് സക്കാത്ത് ചോദിക്കുമ്പോൾ വാപ്പ പറയും അത് നിങ്ങൾ ഓനോട് ചോദിച്ചോളൂ, ഓൻ ഇവിടെ അല്ലല്ലോ, ഓനോട് ചോദിച്ചോളാണ്ടി. പക്ഷേ സുഖമില്ലാതായിക്കാണെങ്കിൽ ഓനോട് ചോദിച്ചിട്ടല്ല കൊണ്ടുപോകല്. മോൻ ഗൾഫിലാണ്, ഓൻ വരട്ടെ, വിളിച്ച് ചോദിക്കട്ടെ ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകേണ്ടത് എന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ടല്ല കൊണ്ടുപോകൽ. ബാക്കിയൊക്കെ ഈ വാപ്പ നിർവഹിക്കും. സക്കാത്തിന്റെ വിഷയം ചോദിക്കുമ്പോ അപ്പം മാത്രം പറയാ ഞാൻ്റെതല്ലല്ലോ, ഓൻ്റെതല്ല പെണ്ണുങ്ങള്, ഓനല്ലേ പറയേണ്ടത്, ഓനോട് നിങ്ങൾ ചോദിച്ചോളിയാണ്. അവിടെ ഉപായങ്ങൾ കണ്ടെത്താൻ നമ്മൾ സമർത്ഥരാണ്. പടച്ചോനെത്തി ഈ ഉപായങ്ങളും നടക്കൂല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുടെ വ്യാപകമായ വിശദീകരണത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക, അള്ളാഹു സക്കാത്തിന്റെ വിഷയം വളരെ കൃത്യമായി, കണിശമായി, സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുന്ന സഹോദരി സഹോദരന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഊസീകും ഇബാദല്ലാഹി വനഫ്സി സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. റമളാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അതിനു മുമ്പേ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കഅബാലയം പണിയുന്ന സമയത്ത് അള്ളാഹ് പഠിക്കുന്ന ഒരു നിർദ്ദേശം, വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. ഈ ഭവനം നീ ശുദ്ധീകരിച്ച് പവിത്രമാക്കി വൃത്തിയാക്കി സൗകര്യപ്രദമാക്കി വെക്കണം. ആർക്കൊക്കെ വേണ്ടി? ഇവിടെ റുക്കൂഴും സുജൂദും എഴുത്തിക്കാഫും ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ കടന്നു വരും. ഇങ്ങനെ ഓരോ ഭവനങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്. നമ്മുടെ വീടുകളേക്കാൾ അധികം നമ്മൾ പരിപാലിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളായ പള്ളികളാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം പള്ളിയാണ്. ആ പള്ളികളെയാണ് നമ്മുടെ വീടുകളേക്കാൾ അധികം നാം പരിഗണിക്കേണ്ടത്, സഹായിക്കേണ്ടത്, അവിടെയുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്. ഒരു പള്ളി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. കഴിയുന്നവരുണ്ടാകാം, എന്നാൽ ഭാഗവാക്കുകളാകാം നമുക്ക്. ഇപ്പം നമുക്കറിയാം, ഒരു ദിവസത്തെ മീൻ വാങ്ങാൻ പോയാൽ വളരെ ചുരുങ്ങിയത് ചെറിയ മത്സ്യമാണ് വാങ്ങുന്നതെങ്കിൽ 150-200 റുപ്യ വേണ്ടേ ഒരു ദിവസത്തേക്ക് വാങ്ങുന്ന മത്സ്യം? അതുപോലെ ഒരാൾ ആക്കൂറി ആഗോലിയൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 500 റുപ്യ 600 റുപ്യ വേണ്ടേ ഒരു ദിവസത്തേക്കാണ് പറഞ്ഞത്. എന്നാൽ നമ്മൾ പള്ളികൾക്ക് വേണ്ടി, ആരാധനാലയങ്ങൾക്ക് വേണ്ടി നമ്മൾ കളക്ഷനോ കാര്യങ്ങളോ ഉണ്ടായാൽ 500ൻ്റെ നോട്ടിൻ്റെയും ബാക്കി കെട്ടുകളുടെയും ഇടയിൽ നിന്ന് നമ്മളെ കൈകളിലേക്ക് തടയുക 10 റുപ്യ 20 റുപ്യൊക്കെ. 10 റുപ്യ 20 റുപ്യ ഇപ്പം കണ്ണാമ്പുട്ടി കൊടുത്താൽ പോലും വാങ്ങൂല. എന്താ കാക്കങ്ങൾ കാലം മാറിയ മനസ്സിലായിട്ടില്ലേ എന്ന്. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം, ഞാൻ നേരത്തെ പറഞ്ഞ ആ രൂപത്തിൽ തന്നെ ആ അനുഗ്രഹീതമായ അള്ളാഹുവിൻ്റെ അവസ്ഥ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ വിശുദ്ധ റമളാനിലേക്ക് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം ചെയ്യുവാൻ വേണ്ടി ഇവിടെ സുജൂദ് ചെയ്യുന്ന ഓരോരുത്തരെയും സുജൂദിൽ നിന്ന് അവന് ഒട്ടും കുറയാത്ത വിധത്തിൽ തന്നെ എൻ്റെ അക്കൗണ്ടിലേക്ക് ആ പ്രതിഫലം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സർവാത്മനാ നിയ്യത്ത് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ സമ്പത്തിൽ നിന്ന് അതിനു വേണ്ടി ചെലവഴിക്കുക. ജുമാക്ക് ശേഷം അതിനുള്ള ഒരു കളക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാ ആളുകളും പരമാവധി അതുമായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി പൂർത്തീകരിച്ചുകൊണ്ട് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുവാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സർവാധിനാഥനായ തമ്പുരാനെ, നീ ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹമായ ധനത്തിൻ്റെ സമ്പത്തിൻ്റെ പേരിൽ പരീക്ഷണം ഏറ്റുവാങ്ങുന്ന, നിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഹതഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ റബ്ബേ.
സക്കാത്തിൻ്റെ വകയായി ഞങ്ങളുടെ സമ്പത്തിൽ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് മുഴുവനും കൃത്യമായി പരിശോധിച്ച് കണക്ക് കൂട്ടി അണപ്പൈ തീർത്ത് അത് നൽകേണ്ടുന്ന വിധത്തിൽ നൽകുവാനുള്ള ഈമാനിക ദൃഢത, മാനസികമായ വിശാലത, തഖ്വാബോധം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, വിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളിലേക്ക് ആരോഗ്യത്തോടുകൂടി സന്മനസ്സോടുകൂടി തഖ്വയോടുകൂടി പ്രവേശിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.